നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. ഉൽപ്പത്തി 4:7. നീ ചെയ്യുന്ന തിന്മ നിന്നോടൊപ്പം ഉണ്ടാകും, നീ ചെയ്യുന്ന നന്മ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും. എത്ര വലിയ സത്യം അല്ലേ? നമ്മുടെ ജീവിതം നമ്മുടെ പ്രവൃത്തികളുടെ ആകെത്തുകയാണ്. നമ്മുടെ പ്രവൃത്തികളാകട്ടെ നമ്മുടെ ചിന്തയുടെ പ്രതിഫലനവും. ആകയാൽ നല്ലത് ചിന്തിക്കുവാനും അതിനനുസരണം നല്ലത് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം. നല്ല ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ചുള്ള ചിന്തയാണ്. അപ്പോൾ മാത്രമേ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിപ്പാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. ദോഷം ചിന്തിക്കുന്നവർ അതിനനുസരണമായി പ്രവർത്തിക്കുകയും അവരുടെ ജീവിതം ദോഷപൂർണമാവുകയും ചെയ്യും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നന്മ ചിന്തിപ്പാൻ കഴിയും വിധം നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കുവാൻ നമുക്ക് കഴിയണം. നീതിപൂർണമായ ദൈവിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തയും ധ്യാനവും പഠനവും അതിന് ആവശ്യമാണ്. ഭൗതികവും ലൗകികവുമായ കാര്യങ്ങൾ നമ്മെ സ്വാർത്ഥരും തിന്മ പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കും. അതിനാൽ ആധ്യാത്മികതയുടെ വെളിച്ചത്തിൽ ഭൗതികതയെ നിയന്ത്രിക്കുവാൻ നാം ഒരുക്കപ്പെടണം. അപ്പോൾ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും നന്മ നിറഞ്ഞതും ശ്രേഷ്ഠവുമായി ഭവിക്കും. അതിനായി നമുക്ക് സമർപ്പിതരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.